നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഹോളിവുഡിൽ നിന്ന് ചാൻസ് കിട്ടിയ ചില ഇന്ത്യൻ നടന്മാരെ പറ്റിയാണ്. ലിസ്റ്റിലാക്കിയത് തിലകനാണ്. ജുറാസിക് പാർക്ക് സിനിമകളെടുത്ത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്ടേഴ്സിൽ ഒരാളായ സ്റ്റീവൻ സ്പിൽബർഗ് ജുറാസിക് പാർക്ക് സിനിമയിലെ ഒരു ക്യാരക്ടറിന് വേണ്ടി നടൻ തിലകനെ നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. അന്ന് തിലകൻ മോക്കില്ല രാജ്യത്ത് സിനിമയിൽ കേശവൻ എന്ന ക്യാരക്ടറിന് വേണ്ടി തല മൊട്ടയടിച്ച ടൈമായിരുന്നു. സ്റ്റീവൻ സ്പിൽബർഗിന്റെ ഒപ്പം മറ്റൊരു അസിസ്റ്റന്റും ഉണ്ടായിരുന്നു. അദ്ദേഹം തിലകനോട് ചോദിച്ചു, അതായത് തലയിൽ 1/2 ഇഞ്ച് നീളത്തിൽ മുടി വളരാൻ ഏകദേശം എത്ര ടൈം പിടിക്കുമെന്ന് ചോദിച്ചു. തിലകൻ പറഞ്ഞു, ഏകദേശം 4-5 മാസമാവുമെന്ന്. പക്ഷെ ഇതിനു വേണ്ടി മാത്രമായി അത്രയും ടൈം അവർക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഓൾറെഡി അവർ ഷെഡ്യൂൾ ബുക്ക് ചെയ്തിരുന്നു. ഷൂട്ടിംഗ് തുടങ്ങാമെന്ന് കരുതിയതാണ്. പക്ഷേ സിനിമയിലൊരു ക്യാരക്ടർ എന്തുകൊണ്ടൊരു ഇന്ത്യനായി കൂടാ എന്ന് പിന്നീട് അവർക്ക് ചിന്തയുണ്ടായി. പിന്നീട് അങ്ങനെ തിരച്ചിൽ നടത്തിയപ്പോൾ ആ ഒരു ടൈമിൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും പീക്ക് ലെവലിൽ നിന്നിരുന്ന സീനിയർ നടന്മാരിൽ ഒരാൾ തിലകനായിരുന്നു. ഹോളിവുഡിലെ ഇതിഹാസം സ്പിൽബർഗ് താങ്കളെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ മുറിയിൽ വന്നു. ഇത് എന്നോട് മമ്മൂട്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നായിരിക്കണം താങ്കൾ അറിഞ്ഞത്. അടൂർ ഗോപാലകൃഷ്ണന്റെ കൂടെയോ അരവിന്ദന്റെ കൂടെയോ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു മനുഷ്യൻ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ സ്പിൽബർഗ് എൻ്റെ കൂടെ ഉണ്ട്, അങ്ങോട്ട് വരുന്നുണ്ട്, ചേട്ടനോടുണ്ടാവും, ഈ വീട്ടിലാണ് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ മൊട്ടയടിച്ചൊക്കെ ആയിരിക്കും. അദ്ദേഹം വന്നു, ഇവിടെ ഇരുന്നു. മീശയൊക്കെ ഉണ്ട്, പുകവലിച്ചതിൻ്റെ കളർ ഈ മീശയിലൊക്കെ ഉണ്ട്. അന്ന് എൻ്റെ ജോലിക്കാരി ശകുന്തള ആ സ്ത്രീ ഉണ്ട്. പുള്ളി കൂടുതൽ സംസാരിച്ചില്ല. ഈ കൂടെ വന്നയാളാണ് സംസാരിച്ചത്. വന്നിരിക്കുന്ന വ്യക്തി എൻ്റെ തലയിലാണ് നോക്കുന്നത്. അപ്പോഴെല്ലാം അദ്ദേഹം ചോദിച്ചു ഒരൊറ്റ സെന്റൻസേ ഉള്ളൂ, ഈ മുടി 1/2 ഇഞ്ച് നീളത്തിൽ വളരാൻ എത്ര സമയം എടുക്കും? ഞാൻ പറഞ്ഞ ഒരു 4-5 മാസം വരും. അപ്പോഴത്തേക്ക് ഒരു ചായ കൊണ്ട് കൊടുത്തു. ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഇവർ പോകാൻ എഴുതായിരുന്നു. ഇവിടെ നിന്ന് തിരിഞ്ഞ് അവളെ നോട്ട് പറഞ്ഞു, വെരി ഗുഡ് ടീ. എഴുന്നേറ്റ് ഷേക്കാൻ പോയി. അത്രയാണ് സംഭവിച്ചത്. അവസാനം എനിക്ക് പകരം അവർ പോയി വിളിച്ചത് ഗോപകുമാറിന് പോകാൻ ഒത്തില്ല. എന്തുകൊണ്ടാണ് ഗോപകുമാറിന് പോകാൻ ഒക്കാഞ്ഞതെന്നുള്ളത് ഇപ്പോഴും ദുരൂഹതയിലാണ്. ആയിരിക്കണം, പോകാൻ പറ്റിയില്ല. അതിൽ വളരെ നിരാശ. അങ്ങനെ രണ്ടാമതായി സ്പിൽബർഗ് തേടിപ്പോയ നടനാണ് ഗോപകുമാർ. മലയാളത്തിലെ മറ്റൊരു മികച്ച സീനിയർ നടനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കാം. അങ്ങനെ ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് പറയുന്നു, സോറി വി ആർ നോട്ട് ഏബിൾ ടു ഫൈനലൈസ് യുവർ പേപ്പേഴ്സ്, അതിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ ചരിത്രത്തിൻ്റെ ആകുമായിരുന്നു. അങ്ങനെയുള്ള അതിൻ്റെ ആ അവസരമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇറ്റ് ഈസ് എ വേൾഡ് ലോസ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലോകം നഷ്ടപ്പെട്ടതാണ്, പുതിയ ലോകം. പേരും അങ്ങനെ തന്നെയല്ലോ, വേൾഡ് ലോസ്റ്റ് വേൾഡ്. ഇനിയൊരു പക്ഷേ ഇദ്ദേഹം ജുറാസിക് പാർക്ക് 2 സിനിമയിൽ അഭിനയിച്ചു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പറയാൻ ചാൻസ് ഉള്ള ദിനോസറുകളെ വെച്ചുള്ള ഒരു ഡയലോഗ് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് കമന്റ് ചെയ്യുക. എങ്ങനെ സ്പിൽബർഗ് നമ്മുടെ മലയാള നടന്മാരിലേക്ക് എത്തിയെന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ജുറാസിക് പാർക്ക് സിനിമയ്ക്ക് വേണ്ടി അവർക്കൊരു ഇന്ത്യൻ വംശജനെ വേണം. അപ്പോൾ സിനിമയുടെ ടീം ഇന്ത്യയിലെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിനെ വിളിക്കും. അവർക്ക് വേണ്ട ക്യാരക്ടർ ഫീച്ചേഴ്സ് എല്ലാം പറയും. ഇതിന് മാച്ചാവുന്ന പെർഫെക്റ്റ് ആയ നടനെ കാസ്റ്റിംഗ് ഡയറക്ടർ സജസ്റ്റ് ചെയ്യുകയും ഡീറ്റെയിൽസ് കൊടുക്കുകയും ചെയ്യുന്നു. മുംബൈയിലുണ്ടായിരുന്ന ഉമാ ഡക്കുറ എന്ന കാസ്റ്റിംഗ് ഡയറക്ടറായിരുന്നു തിലകനെയും ശേഷം ഗോപകുമാറിനെയും സജസ്റ്റ് ചെയ്യുന്നത്. ആ ടൈമിൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെച്ച ആ ഒരു ക്യാരക്ടറിന് മാച്ചായ 2 നടന്മാരാണിത്. നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് ഈ 2 പേരായിരിക്കാം. എന്നാൽ ഇങ്ങനെ ഓരോ ഇൻഡസ്ട്രിയിൽ നിന്നും തമിഴ്, തെലുങ്ക്, കന്നഡ, ബോളിവുഡ്, അങ്ങനെ ഇന്ത്യയിലെ മുഴുവൻ ഇൻഡസ്ട്രിയിൽ നിന്നും ആ ഒരു ക്യാരക്ടറിന് മാച്ചായ ഏറ്റവും മികച്ച നടന്മാരുടെ ഡീറ്റെയിൽസ് ഇന്ത്യയിൽ നിന്ന് കാസ്റ്റ് ഡയറക്ടർ ഹോളിവുഡ് സിനിമ ടീമിനയക്കും. ഇതിൽ നിന്നും സിനിമയുടെ ഡയറക്ടർ ആയിരിക്കും ക്യാരക്ടറെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ സെലക്ട് ആയത് നമ്മുടെ മലയാളത്തിൽ നിന്നാണ്. ശേഷം ക്യാരക്ടർ മാച്ചാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഡയറക്ടർ നേരിട്ട് വരുന്നത്. ഒരുപക്ഷെ ഇത് നടന്നിരുന്നെങ്കിൽ വേൾഡ് ഫേമസ് ആയ ജുറാസിക് പാർക്ക് സിനിമയിൽ വരെ നമുക്ക് മലയാള നടന്മാരെ കാണാമായിരുന്നു. ഹോളിവുഡിൽ നിന്ന് പിന്നീടും തനിക്ക് ചാൻസുകൾ വരാറുണ്ടെന്ന് നടൻ തിലകൻ പിന്നീട് ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ഇപ്പം എനിക്ക് മറ്റൊരു ഹോളിവുഡ് പടം ചെയ്യാൻ ഒക്കാഞ്ഞതുപോലെ ഞാൻ നിരാശരല്ല കേട്ടോ. എന്നെ തിരക്ക് ഇപ്പോഴും വരുന്നുണ്ട് ഹോളിവുഡിൽ. ഉടനെ വരും. അടുത്തത് നടൻ ശശി കല്ലിങ്കയാണ്. ഇദ്ദേഹം ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു താൻ ഒരു ഹോളിവുഡ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. ഏത് സിനിമയാണെന്ന് ഇദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നത് വരെ സിനിമയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പുറത്ത് പറയരുതെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് സിനിമയുടെ പേര് പറയാൻ കഴിഞ്ഞില്ല. അത് പറയാൻ സമയമായിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് അജു വർഗീസ് ആണ് പറഞ്ഞത് ടോം ക്രൂയിസ് നായകനാകുന്ന സ്റ്റീവൻ സ്പിൽബർഗ് ഡയറക്ട് ചെയ്യുന്ന ഒരു സിനിമയിലെ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറായാണ് ഇദ്ദേഹം അഭിനയിച്ചതെന്ന്. ഗദ്ദാമ സിനിമയുടെ ഷൂട്ടിംഗ് ടൈമിൽ ഇദ്ദേഹം ദുബായിൽ ഉണ്ടായിരുന്നപ്പോൾ
ഇദ്ദേഹത്തെ സ്റ്റീവൻ സ്പിൽബർഗ് യൂദാസ് ക്യാരക്ടറിനോട് മാച്ചായി തോന്നി ഇദ്ദേഹത്തെ കാസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നറിയില്ല. ആ ഒരു ടൈമിൽ ഒരു പക്ഷേ നിങ്ങളും ഇത് കേട്ടിരിക്കാം. കൂടുതൽ അറിയുന്നവർ താഴെ കമന്റ് ചെയ്യുക. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ടോം ക്രൂയിസും സ്റ്റീവൻ സ്പിൽബർഗും ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന പുതിയൊരു സിനിമയെ പറ്റി കേട്ടിട്ടില്ല. ചിലപ്പോൾ സിനിമ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ ഡ്രോപ്പ് ഔട്ട് ചെയ്തിരിക്കാം. അതും പറയാൻ കഴിയില്ല. സ്റ്റീവൻ സ്പിൽബർഗും ടോം ക്രൂയിസും ഒന്നിച്ച് വർക്ക് ചെയ്ത സിനിമകൾ 2 സിനിമകളാണ്. ആദ്യത്തെ സിനിമ 2002 പുറത്തിറങ്ങിയ മൈനോറിറ്റി റിപ്പോർട്ട്സ് എന്ന സിനിമയും രണ്ടാമത്തെ സിനിമ 2005 പുറത്തിറങ്ങിയ വാർ ഓഫ് ദ വേൾഡ് എന്ന സിനിമയും. ഇനി മറ്റൊരു സിനിമ കൂടി ഉണ്ടെങ്കിൽ അത് വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഹോളിവുഡ് സിനിമയിൽ ആക്ട് ചെയ്ത നടന്മാരെ നോക്കാം. ലിസ്റ്റിലായെത്തിയത് ധനുഷാണ്. നമ്മുടെ ധനുഷ് വരാൻ പോകുന്ന മാർവൽ സിനിമാസിലേക്ക് വരുന്നത് നിങ്ങൾ അറിഞ്ഞു കാണും. ധനുഷ് ഇതിനോടകം തന്നെ 2 ഹോളിവുഡ് സിനിമയിൽ അഭിനയിച്ചു. ഒന്നിലൊരു സൈഡ് ക്യാരക്ടറായും മറ്റൊന്നിൽ നായകനായും. ധനുഷിന്റെ ആദ്യത്തെ ഹോളിവുഡ് സിനിമ 2018 പുറത്തിറങ്ങിയ എക്സ്ട്രാ ഓർഡിനറി ജേണി ഓഫ് ദ ഫക്കീർ എന്ന സിനിമയാണ്. കെൻ സ്കോട്ട് ആയിരുന്നു ഈ ഒരു സിനിമയുടെ ഡയറക്ടർ. ഇംഗ്ലീഷ് ഭാഷയിലും ഫ്രഞ്ച് ഭാഷയിലും സിനിമ പുറത്തിറങ്ങി. സിനിമ വിജയം നേടിയ സിനിമയാണ്. ശേഷം അവഞ്ചേഴ്സ് എൻഡ് ഗെയിം, ഇൻഫിനിറ്റി വാർ തുടങ്ങിയ വലിയ സിനിമകൾ ഡയറക്ട് ചെയ്ത റൂസോ ബ്രദേഴ്സിന്റെ സിനിമയായ ഗ്രേമാൻ എന്ന സിനിമയിൽ മികച്ചൊരു സൈഡ് ക്യാരക്ടർ ചെയ്തു. എങ്ങനെ ഈ സിനിമയിലേക്ക് എത്തിയെന്നാൽ ഇതിന് പല കാരണങ്ങളുണ്ട്. ധനുഷിന്റെ റൗഡി ബേബി എന്ന സോങ് യൂട്യൂബിൽ 1 ബില്യണ് മേലെ വ്യൂസ് നേടി. ഈ ഒരു വീഡിയോയ്ക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ആഗോളതലത്തിലാണ് വ്യൂസ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ അസുരൻ എന്ന സിനിമയിലെ മികച്ച അഭിനയത്തിലൂടെ ധനുഷിന് വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്പെഷ്യലായി അവാർഡുകൾ കിട്ടി. ഗ്രേമാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി റൂസോ ബ്രദേഴ്സ് ഇന്ത്യൻ കാസ്റ്റിംഗ് ഡയറക്ടറെ വിളിച്ചപ്പോൾ ഒരുപാട് നടന്മാരുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു. ഇതിൽ നിന്നും കുറച്ച് നടന്മാരെ സെലക്ട് ചെയ്ത് ഓഡീഷന് വേണ്ടി വിളിച്ചു. ഇതിൽ ധനുഷും ഉണ്ടായിരുന്നു. ധനുഷ് സെലക്ട് ആവുകയും ചെയ്തു. ഗ്രേമാൻ എന്ന സിനിമയ്ക്ക് ശേഷം വരാൻ പോകുന്ന അവഞ്ചേഴ്സ് 5 സിനിമയിലും ധനുഷ് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മുടെ രജനീകാന്താണ്. 1988 ബ്ലഡ് സ്റ്റോൺ എന്ന ഹോളിവുഡ് സിനിമയിൽ സെക്കൻഡ് ഹീറോയായി രജനീകാന്ത് അഭിനയിച്ചിരുന്നു. സിനിമയിലെ ക്യാരക്ടറിന്റെ പേര് ശ്യാം സാബു എന്നായിരുന്നു. ഈ ഒരു സിനിമയിൽ 2 മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു. ഒന്ന് ജെറി ഗ്രന്റും മറ്റൊന്ന് ഇളയരാജയും. ഇളയരാജയുടെ ഹോളിവുഡ് വർക്കും ബ്ലഡ് സ്റ്റോൺ എന്ന സിനിമ തന്നെയാണ്. സിനിമയുടെ ഡയറക്ടറാണ് ഡ്യൂലൈറ്റ് എച്ച് ലിറ്റിൽ. ഇദ്ദേഹത്തിന്റെ സിനിമയാണ് അനക്കൊണ്ട 2, ഹാലോവിൻ, നമ്മൾ കൊച്ചു ടിവിയിൽ പണ്ട് കണ്ട ഫ്രീ വില്ലി തുടങ്ങിയ സിനിമകൾ എടുത്തത്. ഈ ഒരു സിനിമയും വിജയം നേടിയ സിനിമയാണ്. അടുത്തത് നമ്മുടെ മമ്മൂക്കയാണ്. 2000 പുറത്തിറങ്ങിയ ഡോക്ടർ അംബേദ്കർ എന്ന സിനിമയാണ് മമ്മൂക്കയുടെ ഇംഗ്ലീഷ് സിനിമ. ഇതൊരു ഇംഗ്ലീഷ് സിനിമയാണെങ്കിലും ഒരു ഹോളിവുഡ് സിനിമയല്ല. ഇംഗ്ലീഷ് ഭാഷ ആയതുകൊണ്ട് പലരും ഇതൊരു ഹോളിവുഡ് സിനിമയാണെന്ന് തെറ്റിദ്ധരിച്ചു. ഈ ഒരു സിനിമയുടെ ഡയറക്ടർ ഹിന്ദി ഡയറക്ടറായ ജബ്ബാർ പട്ടേലാണ്. മോളിവുഡിൽ നിന്നും നിലവിൽ ഇംഗ്ലീഷ് സിനിമയിൽ അഭിനയിച്ച ഏക നടൻ മമ്മൂക്കയാണ്. Lecture in political economy. In case you are wondering what could I possibly teach you. ഇനിയും ഇതുപോലെ ഒരുപാട് ഇന്ത്യൻ നടന്മാരുണ്ട്. അതെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം.